നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രണ്ടാം ലോക യുദ്ധത്തിൽ നാസികളെ കബളിപ്പിച്ച ഇന്ത്യൻ ചാരന്റെ കഥയെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ചു നോക്കാം. രണ്ടാം ലോക യുദ്ധകാലത്ത് നാസികളെ കബളിപ്പിച്ച സമർത്ഥനായ ഒരു ഇന്ത്യൻ ചാരനാണ് ഭഗത് റാം തൽവാർ. ഭഗത് റാം തൽവാറിന്റെ അത്രയൊന്നും അറിയപ്പെടാത്ത അതുല്യ ചരിത്രം പുറത്തു കൊണ്ടുവരുന്നത് സിൽവർ എന്ന പുസ്തകത്തിലൂടെ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ മിഹിർ ബോസ് ആണ്. സിൽവർ ദ സ്പൈ ഹൂ ഫൂൾഡ് ദ നാസിസ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ജർമ്മനിക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്നതായി ഭാവിക്കുകയും യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും വേണ്ടി ചാരപ്പണി നടത്തുകയും ചെയ്ത വ്യക്തിയാണ് പഞ്ചാബിലെ വിപ്ലവകാരികളുടെ കുടുംബത്തിൽ നിന്നുള്ള ഭഗത് റാം തൽവാർ. നേരത്തെ ദ ഇന്ത്യൻ സ്പൈ എന്ന പേരിൽ ഭഗത് റാമിനെ കുറിച്ച് മറ്റൊരു പുസ്തകവും മിഹിർ ബോസ് തയ്യാറാക്കിയിരുന്നു. 1908 ബ്രിട്ടീഷ് ഇന്ത്യയിലെ നോർത്ത് വെസ്റ്റ് ഫ്രെഡിയർ പ്രൊവിൻസിലാണ് ഭഗത് റാം തൽവാറിന്റെ ജനനം. ഒരു സമ്പന്ന പഞ്ചാബി കുടുംബത്തിൽ. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുമായി നല്ല സൗഹൃദബന്ധം പുലർത്തിയിരുന്ന ഭഗത്തിന്റെ പിതാവ് 1919 ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് എതിരായി. 1929 പഞ്ചാബ് ഗവർണറെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഭഗത്തിന്റെ സഹോദരൻ ഹരികിഷനെ തൂക്കിലേറ്റി. സഹോദരന്റെയും പിന്നീട് ഭഗത് സിംഗ് അടക്കമുള്ളവരുടെയും രക്തസാക്ഷിത്വമാണ് ഭഗത് റാം തൽവാറിനെ വിപ്ലവ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. തീവ്ര വിപ്ലവ പരിപാടികളിൽ ഭഗത് റാമും പങ്കാളിയായി. പിന്നീട് കമ്മ്യൂണിസ്റ്റ് സംഘടനയായ കീർത്തി കിസാൻ പാർട്ടിയിൽ ചേർന്നു. 1941 ഒരു വിപ്ലവകാരിയെ ബ്രിട്ടീഷ് കണ്ണുവെട്ടിച്ച് രാജ്യത്തിന് പുറത്തേക്ക് കടത്താൻ ഭഗത് റാം നിയോഗിക്കപ്പെട്ടു. ആ വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ചെവി കേൾക്കാത്ത മൂകനായ മുസ്ലിം തീർത്ഥാടകൻ മുഹമ്മദ് സിയാവുദ്ദീനായി സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിന്റെ സെക്രട്ടറി റഹ്മത്ത് ഖാനായി ഭഗത് റാം തൽവാറും വേഷം മാറി. ഒളിവിലെ പ്രവർത്തനങ്ങൾക്കും ചാരവൃത്തിക്കും രഹസ്യാന്വേഷണത്തിനുമുള്ള തന്റെ കഴിവ് ഭഗത് റാം തിരിച്ചറിയുന്നത് ഇവിടെ വെച്ചാണ്. തന്റെ ഇന്ത്യൻ ഏജന്റായി ഭഗത് റാമിനെ ബോസ് ജർമ്മൻ അധികാരികൾക്ക് പരിചയപ്പെടുത്തി. ജർമ്മൻ നേതൃത്വത്തിലുള്ള അച്ചുതണ്ട് ശക്തികൾക്ക് വേണ്ടിയുള്ള ചാരപ്രവർത്തനത്തിലൂടെയായിരുന്നു തുടക്കം. തൽവാറിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ജർമ്മൻ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് കൂടുതൽ പരിശീലനവും സൗകര്യങ്ങളും നൽകി. ഒരു ട്രാൻസ്മിറ്റർ റിസീവർ സെറ്റും നൽകി. ബ്രിട്ടനിലും അഫ്ഗാനിസ്ഥാനിലുമായിരുന്നു ഭഗത് റാമിന് കൂടുതലും ദൗത്യങ്ങൾ. വലിയ പ്രതിഫലമാണ് ജർമ്മനി അദ്ദേഹത്തിന് നൽകിയിരുന്നത്. ഇപ്പോഴത്തെ നിലവാരമനുസരിച്ച് 25 ലക്ഷം യൂറോ ആണ് രണ്ടാം ലോക യുദ്ധകാലത്ത് മൊത്തത്തിൽ ജർമ്മനി അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകിയത്. നാസി ജർമ്മനിയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതിയായിരുന്ന അയൺ ക്രോസ് സമ്മാനിച്ച് ആദരിക്കുകയും ചെയ്തു. പക്ഷേ ഇത്രയൊക്കെ ചെയ്ത ജർമ്മൻകാർ അറിഞ്ഞില്ല തൽവാർ തങ്ങളെ സമർത്ഥമായി പറ്റിക്കുകയായിരുന്നു എന്ന്. ഭഗത് റാം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഫാഷിസ്റ്റുകളെ ഒരു തരത്തിലും സഹായിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടില്ല. 1941 നാസി ജർമ്മനി സോവിയറ്റ് യൂണിയനിൽ അധിനിവേശം നടത്തിയതിനെ തുടർന്ന് ഭഗത് റാം തൽവാർ സോവിയറ്റ് ഭരണകൂടവുമായി ബന്ധപ്പെട്ടു. തുടർന്ന് അദ്ദേഹം ഒരു ട്രിപ്പിൾ ഏജന്റായി മാറി. ജർമ്മൻ ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്തി മോസ്കോയ്ക്ക് കൈമാറി. അസാധാരണമായ തരത്തിൽ ബ്രിട്ടന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവുമായി സോവിയറ്റ് യൂണിയൻ ധാരണയിലെത്തിയപ്പോൾ ഭഗത് റാം ബ്രിട്ടന് വേണ്ടിയും ചാരപ്പണി നടത്തി. ബ്രിട്ടീഷ് ഇന്റലിജൻസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സോവിയറ്റ് യൂണിയൻ അനുവദിച്ച ഒരേയൊരു ചാരനായിരുന്നു അദ്ദേഹം. വിഖ്യാത കഥാപാത്രം ജെയിംസ് ബോണ്ടിന്റെ സ്രഷ്ടാവായ ഇയാൻ ഫ്ലെമിംഗിന്റെ സഹോദരൻ പീറ്റർ ഫ്ലെമിംഗ് ആയിരുന്നു ഭഗത്തിന്റെ ബ്രിട്ടീഷ് കൺട്രോളർ ഓഫീസർ. സിൽവർ എന്ന കോഡ് നെയിം അദ്ദേഹത്തിന് നൽകിയത് പീറ്റർ ഫ്ലെമിംഗ് ആണ്. പീറ്റർ ഫ്ലെമിംഗിന്റെയും ജർമ്മൻകാർ നൽകിയ ട്രാൻസ്മിറ്ററിന്റെയും സഹായത്തിൽ ഡൽഹിയിലെ വൈസ്രോയ് പാലസിന്റെ ഗാർഡനിൽ നിന്ന് ഭഗത് റാം തെറ്റായ വിവരങ്ങളും ഭാവനാത്മക കഥകളും റേഡിയോ വഴി ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ബെർലിനിലെ ജർമ്മൻ ഇന്റലിജൻസ് ആസ്ഥാനമായിരുന്നു ലക്ഷ്യം. പിന്നീട് ജർമ്മനിയുടെ സഖ്യകക്ഷികളായിരുന്ന ഇറ്റലിക്കും ജപ്പാനും ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകാൻ തുടങ്ങി. 1945 യുദ്ധം അവസാനിക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയവരുടെയെല്ലാം ചാരനായി ഭഗത് റാം മാറി. എല്ലാവരും അവരവരുടെ ആളാണ് ഭഗത് എന്നു കരുതി. ഇത്തരമൊരു ചാരൻ ലോകചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. സത്യത്തിൽ ഭഗത് റാം തൽവാർ ഇന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും മാത്രം കൂറും പ്രതിബദ്ധതയുമുള്ള ആളായിരുന്നു. യുദ്ധം അവസാനിച്ചതോടെ ഭഗത് റാമിന്റെ ദൗത്യങ്ങളും ചാരപ്പണിയും അവസാനിച്ചു.
ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വൻ തുക പ്രതിഫലം പറ്റിയിരുന്നു. 1945 ബഗ്ത്രാം നോർത്ത് വെസ്റ്റ് ഫ്രഡിയർ പ്രൊവിൻസിലെ കാടുകളിൽ അപ്രത്യക്ഷനായി. പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും ശേഷമാണ് ഒളിവിൽ നിന്ന് പുറത്തുവരുന്നത്. ഉത്തർപ്രദേശിൽ വിശ്രമജീവിതം നയിച്ച അദ്ദേഹം 1983 അന്തരിച്ചു. ഏറെ വർഷങ്ങൾ വേണ്ടിവന്നു അതുല്യനായ ഈ ഇന്ത്യൻ ചാരന്റെ വിസ്മയകരമായ ചരിത്രം പുറം ലോകം അറിയാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.